അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് KPCയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം. സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു. രഹസ്യമായി കാര്യം പല ആളുകൾക്കും പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ പിന്നീട് പാർട്ടി നോക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഇത് പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി, എനിക്ക് പാർലമെൻ്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പുമില്ല. പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഇല്ല, എല്ലാം അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്ന് ഇതിന് പകരമായി വേറെന്തെങ്കിലും തരണം, അങ്ങനെ ഒരു വാദം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത്. ഇതിന് പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് MP അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ പല സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഈ തീരുമാനം വഴിമാറി എന്നുള്ളൊരു വിമർശനമുണ്ട്. അത്തരം ഒരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ്. കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം, ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് KPCC വിലയിരുത്തട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് KPCCയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഞാൻ പറയാം അവിടെ നടത്തേണ്ടിയിരുന്നത് KPCCയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത്. അത് നടത്താതെ ഓപ്പണായിട്ട് ആളുകളോട് ചോദിച്ചത് തന്നെ അവർക്കുള്ള സ്വാതന്ത്ര്യം, വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത്. അപ്പോൾ അത് KPCC വിലയിരുത്തട്ടെ. അത് KPCCയുടെ നിർദ്ദേശമാണല്ലോ, KPC പ്രസിഡന്റിന് അറിവുള്ളതാണല്ലോ, അദ്ദേഹം നേതൃത്വത്തിലിരിക്കുന്നവർ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നെങ്കിൽ ദീപ്തി മേരി വർഗീസിനായിരുന്നു ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണ, അതല്ലേ പറഞ്ഞു വെക്കുന്നത്? മാനദണ്ഡങ്ങൾ എന്നുള്ളതല്ല, KPCC നിർദ്ദേശപ്രകാരം ഒരു പ്രോസസ്സ് നടത്തേണ്ടതായിരുന്നു. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പാർലമെൻ്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ലീഗും ഇതേ അതിർത്തി തന്നെ പറയുന്നുണ്ട്, കൂടിയാലോചനകളില്ല, ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു. അതെനിക്കറിയില്ല കേട്ടോ, ലീഗ് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല, അവരെന്താ പറയുന്നതെന്ന് അറിയില്ല. ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറെ കാലമായി പൊതുപ്രവർത്തനം നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൊച്ചിയുടെ വീണ്ടും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു മേയർ എന്നുള്ളത് ആഗ്രഹിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ട്, നഗരസഭയെ നേതൃത്വം കൊടുക്കാനൊക്കെ? ഞാൻ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഒന്നാമതായിട്ട് ഞാൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൊച്ചി മേയറാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ തുടങ്ങിയതുമല്ല, ഇനിയും അതല്ല ലക്ഷ്യവും. അതെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് വന്നു വീണ ഒരു കാര്യം മാത്രമാണ്. അതെന്നോട് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പുറം ബാക്കിയുള്ളതൊക്കെ എറണാകുളം DCC ഹൈജാക്ക് ചെയ്തതാണോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ KPCC എല്ലാ നോംസും നൽകിയ സാഹചര്യത്തിൽ DCCക്ക് മാത്രം അതെങ്ങനെ മറികടക്കാൻ കഴിയും? മറ്റാരെങ്കിലും പുറകിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്? എനിക്കതിനെപ്പറ്റി അറിയില്ല. അത് KPCC അന്വേഷിക്കട്ടെ. അത് അവർ KPCC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും അന്വേഷിക്കേണ്ടതും. പറഞ്ഞൊരു സാഹചര്യം ഉണ്ടെന്ന് മാഡം പറഞ്ഞല്ലോ. അല്ല, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇതിന് ചാർജ് കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിക്കാൻ ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച എന്നതിനപ്പുറം ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിടിവാശിയോ എന്തെങ്കിലും വേണമെന്നോ ഞാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരാവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല. പിന്നെ അവർ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് KPCC നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തിരുന്നു. പാർട്ടിയുടെ ഉന്നത സമിതിയിലുള്ള ആളുകളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം എങ്ങനെ കേൾക്കണം എന്നുള്ളത് KPCC പറഞ്ഞിരുന്നു.
അത്തരം കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് KPC നേതൃത്വമാണ്. ഇനി ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ലത്തീൻ സഭ സമ്മർദ്ദം ചെലുത്തിയൊന്നും എനിക്കറിയില്ല. ലത്തീൻ സഭ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്നയാളെ വേണം ഇന്നയാളെ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ പോയതിൽ നീക്കമില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഒരു കൂട്ടായ നീക്കമാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം തേടിയത് സുതാര്യമായിരുന്നെങ്കിൽ ദീപ്തി മേരി വർഗീസിന് ഇവരുടെ പിന്തുണ കൂടുതൽ ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ഏൽപ്പിച്ച ആള് പ്രതിപക്ഷ നേതാവാണ്. ഞാനത് വർക്ക് ചെയ്തു. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് ഗ്രൂപ്പിന് അതീതമായി എല്ലാ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല.